കാൻഫഡ് ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്. ഇതുപോലൊരു മറ്റൊരു പ്ലാറ്റ്ഫോം ഈ സംസ്ഥാനത്തില്ല. നമ്മളെല്ലാവരും പറയാറുണ്ട് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല എന്നൊക്കെ പല പ്രസ്ഥാനങ്ങളെക്കുറിച്ചും പറയാറുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സ്വഭാവവിശേഷമുള്ള ഏക പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ കാൻഫഡാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ ആളുകളും ഒന്നിച്ചു ചേരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഒന്നിച്ചു ചേരുന്ന ആളുകൾ തമ്മിൽ പരസ്പരം ഒരിക്കലും വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ വ്യത്യസ്ത ഭിന്നതകൾ ഏതിൻ്റെയെങ്കിലും പേരിൽ അവർ ഈ കാൻഫഡിൻ്റെ പ്ലാറ്റ്ഫോമിൽ പ്രകടിപ്പിക്കാറില്ല. എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്. എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനം. ഇത് രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ തുടക്കം മുതലുള്ള ഒരാളാണ് ഞാൻ. അന്ന് പണിക്കർ സാറിൻ്റെയും പി.ടി. ഭാസ്കർ പണിക്കർ സാറിൻ്റെയും എൻ വി കൃഷ്ണവാര്യരുടെയും ഒക്കെ കാഴ്ചപ്പാട് ഈ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് മുഖ്യമായ ഒരു രൂപരേഖയാണ്. കേരളീയരാകെ ഒന്നിച്ച് ബന്ധപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി മാറണം കാൻഫഡ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു കേന്ദ്ര സമിതിയും പിന്നെ പ്രാദേശിക ഘടകങ്ങളും എന്ന് തീരുമാനിച്ചത്. യുക്തം പോലെ പ്രാദേശിക ഘടകങ്ങൾക്ക് പ്രവർത്തിക്കാം, കാൻഫഡ് ഒരു ആശയമാണ് എന്നാണ് PTB പറഞ്ഞത്. കാൻഫഡ് ഒരു ആശയമാണ്. കാൻഫഡ് കേവലം ഒരു പ്രസ്ഥാനമല്ല, ഒരു ആശയമാണ്. അത് എല്ലാവർക്കും ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ആശയമായി കാൻഫഡ് മാറണം. ശ്രീ VR ഇവിടെ സൂചിപ്പിച്ചതുപോലെ PTB മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ആവേശപൂർവ്വം ഏറ്റെടുത്ത് നടത്തുന്ന ഒരാളായിരുന്നു PN പണിക്കർ സാർ. നമ്മുടെ KRK തൃക്കലംകുളം എന്ന് പറയുന്ന നമ്മുടെ മലപ്പുറത്തുകാരൻ ഒരു കാൻഫഡിൻ്റെ ചുമതലക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം നമ്മെ വിട്ടുപോയി. അദ്ദേഹം പറയുന്നത് PTB ഒരു ആശയം കൊടുത്താൽ അതും പിടിച്ചുകൊണ്ട് പണിക്കർ സാർ അങ്ങ് ഓടിക്കൊള്ളൂ എന്നാണ്. ഈ നായുടെ വാലിൽ തീ കൊളുത്തിയാൽ എന്നതുപോലെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതേ വാക്ക് ഓർമ്മയുണ്ടോ? ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്, KRK പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പണിക്കർ സാർ അങ്ങ് ഓടും എന്നാണ്. പണിക്കർ സാർ കേരളത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും സഞ്ചരിക്കുമായിരുന്നു, എല്ലാവരെയും. ഇത്രയധികം പ്രവർത്തകരെ ഉത്തേജിപ്പിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ നമ്മുടെ അറിവിലില്ല. രാഷ്ട്രീയ പാർട്ടികളും സാമുദായിക സംഘടനകളൊക്കെ അത് പറഞ്ഞുകൊണ്ട് ആളുകളെ സംഘടിപ്പിക്കും. പക്ഷേ ഇത് അതിനതീതമായി ആളുകൾ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഠിനാധ്വാനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് പണിക്കർ സാർ എന്ന് പറയുന്നത്. കാൻഫഡ് ആ ക്യാരക്ടർ നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തന പരിപാടികളിലേക്ക് നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സെക്രട്ടറി സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം, ജില്ലകളിൽ നാം പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്ത ഘടകങ്ങളാകാമെന്നുള്ളതാണ്. ജില്ലാതല സംവിധാനം എന്ന് റവന്യൂ ഡിസ്ട്രിക്ട് എന്നത് മാത്രമല്ല, ജില്ലകളിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകം ജില്ലാ സമിതികളാകാം എന്നുള്ളതാണ്. ഏത് പ്രവർത്തനം ഏറ്റെടുത്താലും ആ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഒരു സമിതിയാകാം. അതെല്ലാം കൂടെ യോജിപ്പിക്കുന്ന ഒരു കോർഡിനേഷൻ സമിതി ജില്ലകൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആരെ സഹകരിപ്പിക്കാൻ അവസരം കിട്ടിയാലും അവരെ സഹകരിപ്പിക്കണം എന്നുള്ളതാണ്.